empirical formula. Empirical formula. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് മോളിക്കുലർ ഫോർമുല നമുക്കറിയാം അല്ലേ? ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ മോളിക്കുലർ ഫോർമുല, ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എന്താണെന്ന് നമുക്കറിയാം. സിമ്പിളായിട്ട് ഇപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ആണെങ്കിൽ ഓക്കെ, അതിൽ ഓരോരോ എലമെൻറ്റും എന്തോരം ഉണ്ട്, ആക്ച്വൽ നമ്പർ ഓഫ് ആ ഒരു എലമെൻറ്റിൻ്റെ എത്ര ആറ്റമാണ് ആ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിൽ ഉള്ളതെന്നുള്ളത് നമുക്ക് എന്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും? കെമിക്കൽ ഫോർമുലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി എന്താണ് എംപെരിക്കൽ ഫോർമുല? എംപെരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ടിലുള്ള നമ്പർ ഓഫ്, അതായത് ഓരോ എലമെൻറ്റിൻ്റെയും നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ റേഷ്യോ നമുക്ക് മനസ്സിലാക്കി തരും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നൊരു കോമ്പൗണ്ട് ഉണ്ട് അല്ലേ? ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്, H2O2 ആണ്. അപ്പോൾ നമുക്ക് H2O2 എന്ന് പറയുന്നതിൽ നമ്മൾ ഇത് കെമിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഇതെന്താണ്? ഇത് കെമിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. കെമിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്, അതായത് ആക്ച്വൽ നമ്പർ. ഇതിൽ രണ്ട് എലമെൻറ്റ്സ് ഉണ്ട്. ഒരു കെമിക്കൽ ഫോർമുല നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല കിട്ടിയാൽ അതിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നും ആ ഓരോ എലമെൻറ്റ്സിൻ്റെയും എത്ര ആറ്റംസ്, ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമുക്ക് കിട്ടണേ ഒരു കെമിക്കൽ ഫോർമുലയിൽ നിന്ന്. അതേസമയം ഒരു എംപെരിക്കൽ ഫോർമുലയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ എംപെരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എഴുതണത് HO എന്നാണ്. HO എന്ന് പറയുന്നത് എന്താണ്? എംപെരിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. എംപെരിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് HO. അപ്പോൾ എന്താണ് ഈ എംപെരിക്കൽ ഫോർമുല? അതായത് എംപെരിക്കൽ ഫോർമുലയിൽ നമുക്ക് ഹോൾ നമ്പേഴ്സ്, അതായത് റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ആറ്റംസ്, റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ ദി കോമ്പൗണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡിൽ രണ്ട് എലമെൻ്റ് ഉണ്ട്, ഒന്ന് ഹൈഡ്രജനും ഒന്ന് ഓക്സിജനും. അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് കിട്ടില്ല. ഒരു എംപെരിക്കൽ ഫോർമുല നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് അല്ല നമുക്ക് കിട്ടണത്. നമുക്ക് കിട്ടണത് എന്താണ്? ആ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഇവിടെ എന്താണ്? നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം 2 ആണ്, നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം 2 ആണ്. സോ നമ്മുടെ റേഷ്യോ എന്താണ്? 1:1 ആണ്. നമ്മുടെ റേഷ്യോ എന്താണ്? 1:1 ആണ്. മനസ്സിലായോ? അതായത് നമുക്ക് എംപെരിക്കൽ ഫോർമുല നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിൽ നിന്ന് നമുക്ക് റേഷ്യോ ഓഫ് ദി ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് അതിൽ നിന്ന് നമുക്ക് മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് അറിയണം. ആ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് നമുക്ക് അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു എംപെരിക്കൽ ഫോർമുലയിൽ നിന്ന് നമുക്കതിൻ്റെ കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ ഒരു പ്രോബ്ലംസ് ചോദിക്കും. നമുക്ക് പ്രോബ്ലംസ് നോക്കി തുടങ്ങാം. ഒരു കോമ്പൗണ്ടിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമുക്ക് കിട്ടിയാൽ, ഒരു കോമ്പൗണ്ടിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമുക്ക് കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ എംപെരിക്കൽ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മുടെ കയ്യിൽ എംപെരിക്കൽ ഫോർമുല കിട്ടി, ഇനി നമുക്ക് ആ ഒരു കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ ആക്ച്വൽ കെമിക്കൽ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. A compound contains 4.07% of hydrogen, 24.27% of carbon and 71.65% of chlorine. Its molar mass is 98.96 gram. What is its empirical formula and molecular formula? Molecular formula. Yes.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്കൊരു കോമ്പൗണ്ടിൻ്റെ പേരൊന്നും നമുക്ക് തന്നിട്ടില്ല. ഒരു കോമ്പൗണ്ടിൻ്റെ പേര് കിട്ടിയാൽ നമുക്ക് അതിൻ്റെ കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. സോ ഒരു കോമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, അതിലുള്ള ഓരോ എലമെൻസിൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ മോളാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എംപെരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ ആക്ച്വൽ കെമിക്കൽ ഫോർമുലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്കൊരു 4-5 സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് സിമ്പിളാണ്. ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര സിമ്പിളാണോ ഇത് കണ്ടുപിടിക്കാൻ. യെസ്, അപ്പോൾ നോക്കിക്കോളൂ. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോക്കിക്കോളൂ. നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കണേ? 100 ഗ്രാമിൽ എത്ര എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു സംഭവത്തിൻ്റെ പെർസെൻറ്റേജ് ഇതാണെന്ന് കിട്ടിയാൽ 100ൽ എത്ര എന്നാണ് നമുക്ക് കിട്ടണേ. അപ്പോൾ ഇവിടെ എന്തായാലും നമുക്കറിയാം ഗ്രാം ഒക്കെ വെച്ചിട്ടുള്ളൊരു കളിയാണ്. സോ ഞാൻ എൻ്റെ വെയിറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ്, ആ ഒരു കോമ്പൗണ്ടിൻ്റെ വെയിറ്റിനെ ഞാൻ എന്തായി കൺസിഡർ ചെയ്യുവാണ്? 100 ഗ്രാം ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുവാണ്. ആ ഒരു കോമ്പൗണ്ടിൻ്റെ വെയിറ്റിനെ ഞാൻ 100 ഗ്രാം ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ 100 ഗ്രാമിൽ എന്താണ്? ഹൈഡ്രജൻ ഒരു കുറച്ച് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്, ക്ലോറിൻ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, നമ്മുടെ കാർബൺ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? 4.07 ഗ്രാം ആണ്. അതേപോലെ നമ്മുടെ കാർബണിൻ്റെ മാസ് 24.27 ഗ്രാം ആണ്. അതേപോലെ ഇവിടെ 71.65 ഗ്രാം ആണ്. അപ്പോൾ നമുക്കിത് 3 കിട്ടി. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. തന്നിട്ടുള്ള സംഭവത്തിനെ ഗ്രാം ആക്കി മാറ്റുക. ഗ്രാം ആക്കി മാറ്റാൻ വേണ്ടി 100 ഗ്രാമിൽ എത്ര എന്നുള്ള ആ ഒരു റേഞ്ചിലേക്ക് ഞാൻ മാറ്റുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിക്കോളൂ. ഓരോ എലമെൻറ്റിലും, അതായത് ഈ ഓരോ ഗ്രാമിലും, ഇതിപ്പോൾ ഹൈഡ്രജൻ്റെ ഗ്രാമാണ്, ക്ലോറിനിൻ്റെ ഗ്രാമാണ്, കാർബണിൻ്റെ ഗ്രാമാണ്, ഇതിൽ എത്ര മോൾ സാധനമാണ് അടങ്ങിയിട്ടുള്ളതെന്നാണ് ഞാൻ രണ്ടാമത് കണ്ടുപിടിക്കാൻ പോണേ. അപ്പോൾ മോൾ ഓഫ് ഹൈഡ്രജൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ എന്ന് കൊടുക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ, പിന്നെ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് നമ്മുടെ ക്ലോറിൻ, പിന്നെ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ. അങ്ങനെ 3 പേരുടെയും മോൾസ് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം നമ്മൾ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? ഗിവൺ ഗ്രാം, തന്നിട്ടുള്ള ഗ്രാമും, അതേപോലെ ഹൈഡ്രജൻ്റെ ആക്ച്വൽ മാസ് അല്ലെങ്കിൽ ആക്ച്വൽ മോളാർ മാസും. അതേപോലെ ഇവിടെ ക്ലോറിനാണ് 71.65 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടും? 35.5 എന്ന് കിട്ടും. ഇവിടെ എന്താണ്? 24.27 ഡിവൈഡഡ് ബൈ നമുക്ക് 12 ഗ്രാം എന്ന് കിട്ടും. ഓരോന്നും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4.07 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ നമ്മുടെ വാല്യൂ 4.07 തന്നെയാണ്. രണ്ടാമത്തത് 71.65 ഡിവൈഡഡ് ബൈ 35.5 എന്ന് പറയുമ്പം 2.01 ആണ്. അതേപോലെ 24.27 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പോൾ 2.02 ആണ്. 2.02 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള പെർസെൻറ്റേജ് കോമ്പോസിഷൻസിന് നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു? ഗ്രാമിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഗ്രാമിലേക്ക് മാറ്റുമ്പം ഔട്ട് ഓഫ് 100ൽ എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ ഗ്രാമിലേക്ക് മാറ്റി. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ആ ഒരു ഗിവൺ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഗിവൺ ഗ്രാം ഓഫ് ഓരോ എലമെൻറ്റിലും എത്ര മോൾസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കും. എത്ര മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കിക്കോളൂ. എൻ്റെ തേർഡ് സ്റ്റെപ്പാണ്. എനിക്കിവിടെ നമ്പർ ഓഫ് മോൾസ് കിട്ടി. എനിക്കറിയാം എംപെരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് റേഷ്യോ ആണല്ലേ. അപ്പം ഞാനിവിടെ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും മിനിമം ആയ വാല്യൂ ഞാൻ ചൂസ് ചെയ്യും. ഇതിൽ ഏറ്റവും മിനിമം ആയ, അതായത് നമുക്കിങ്ങനെ ഡിവൈഡ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ 3 എലമെൻറ്റ്സ് ഉണ്ട്. സോ നമുക്ക് 3 ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. ചില സമയത്ത് ചില വാല്യൂസ് സെയിം ആയിരിക്കും. സെയിം ആയാലൊന്നും കുഴപ്പമില്ല. ഇതിൽ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഏറ്റവും മിനിമൽ വാല്യൂ ഏതാണോ, എനിക്ക് കിട്ടുന്ന ആ സെറ്റ് ഓഫ് നമ്പർ ഓഫ് മോൾസിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അത് ഞാൻ കൺസിഡർ ചെയ്യും. 2.01 ആണ് എൻ്റെ ചെറിയ വാല്യൂ. അപ്പോൾ ഈ ഓരോ വാല്യൂവിനെയും ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ 2.01 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം 4.07 ഡിവൈഡഡ് ബൈ 2.01, അതേപോലെ 2.01 ഡിവൈഡഡ് ബൈ 2.01, പിന്നെ 2.02 ഡിവൈഡഡ് ബൈ 2.01. അപ്പോൾ ഇത് മൂന്നും ഞാൻ സോൾവ് ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും?
അപ്പോൾ ഇത് മൂന്ന് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ 4.07 ഡിവൈഡഡ് ബൈ 2.01 എനിക്ക് കിട്ടണത് 2.02 ആണ്. പിന്നെ ഇവിടെ എനിക്ക് എന്തായാലും 1 ആയിരിക്കും കിട്ടാൻ പോണേ. 2.02 ഡിവൈഡഡ് ബൈ 2.01 ചെയ്യുമ്പം 1.009 എന്ന് കിട്ടും അല്ലേ. ഞാനിതിനെ റൗണ്ട് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനെ അപ്രോക്സിമേറ്റ്ലി എനിക്ക് എന്ത് പറയാം, 2 എന്ന് പറയാം. ഇത് 1 ആണ്, ഇതിനെ എനിക്ക് എന്ത് പറയാം, 1 എന്ന് പറയാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഓരോ എലമെൻറ്റിൻ്റെയും റേഷ്യോ എനിക്ക് കിട്ടി. ഓരോ എലമെൻറ്റിൻ്റെയും റേഷ്യോ എനിക്ക് കിട്ടി. അതായത് 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ ഒരു ക്ലോറിൻ ആറ്റം ഉണ്ടാവും, ഒരു കാർബൺ ആറ്റം ഉണ്ടാവും. സോ നോക്കിക്കോളൂ, HCCl. അപ്പോൾ H എന്താണ്, 2 ആണ്, C എന്ന് പറയുന്നത് 1 ആണ്, ക്ലോറിൻ എന്ന് പറയുന്നത് 1 ആണ്. 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ ഒരു കാർബൺ ആറ്റം ഉണ്ടാവും, ഒരു ക്ലോറിൻ ആറ്റം ഉണ്ടാവും. അതാണ് എന്ത്, എംപെരിക്കൽ ഫോർമുല. അതാണ് എന്ത്, നമ്മുടെ എംപെരിക്കൽ ഫോർമുല. മനസ്സിലായോ? സോ നിങ്ങളോട് എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ 3 സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, തന്നിട്ടുള്ള പെർസെൻറ്റേജ് കോമ്പോസിഷനെ ഗ്രാമിലേക്ക് മാറ്റി എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഓരോ ഗ്രാമിലും എത്ര മോൾ പർട്ടിക്കുലർ എലമെൻറ്റ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്, എത്ര നമ്പർ ഓഫ് മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ അവിടെ അറ്റോമിക് മാസ് ആണ് കൊടുക്കണേ. കാര്യം ഇപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ മാസ് 2 ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അറ്റോമിക് മാസാണ്, ഡിവൈഡ് ചെയ്യണത് അറ്റോമിക് മാസിൻ്റെ ബേസിസിലുള്ള മോളാർ മാസാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടും. എന്നിട്ട് അതിൽ ഏറ്റവും ചെറിയ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് അതുകൊണ്ട് ബാക്കി എല്ലാ വാല്യൂസിനെയും നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിമ്പിൾ ഹോൾ നമ്പേഴ്സ് നമുക്ക് കിട്ടും. ചില സമയത്ത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാനുണ്ടാവും. അപ്രോക്സിമേറ്റ് ചെയ്ത് റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എംപെരിക്കൽ ഫോർമുല കിട്ടും. ഇനി നമ്മളോടിവിടെ അവർ എംപെരിക്കൽ ഫോർമുല മാത്രമല്ല മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾക്ക് ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. നമ്മുടെ 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് എംപെരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എംപെരിക്കൽ ഫോർമുല മാസ്. സോ എംപെരിക്കൽ ഫോർമുല മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എംപെരിക്കൽ ഫോർമുലയുടെ ബേസിസിൽ നമ്മൾ മാസ് കണ്ടുപിടിക്കും. ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, സോ 2 × 1. ഒരൊറ്റ കാർബൺ ആറ്റമേ ഉള്ളൂ, സോ 12. ഒരൊറ്റ ക്ലോറിൻ ആറ്റമേ ഉള്ളൂ, സോ 35.5. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ 35 + 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 35 + 14 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 49 എന്ന് കിട്ടും. 49.5 എന്ന് പറയാം അല്ലേ, 49.5 എന്ന് നമുക്ക് പറയാം. സോ ഇതാണ് നമ്മുടെ എംപെരിക്കൽ ഫോർമുല മാസ്. ഇനി നമുക്ക് നെക്സ്റ്റ് അവർ തന്നിട്ടുണ്ട് മോളിക്കുലർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, 98.96 അല്ലേ. യെസ്, 98.96 ആണ്. എന്ത്, 98.96 ആണ്. എംപെരിക്കൽ ഫോർമുല മാസ് ഇവിടെയും ഗ്രാമാണ്, 98.96. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപെരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാം. മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ 5th സ്റ്റെപ്പാണ് മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപെരിക്കൽ ഫോർമുല മാസ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. 98.96 divided by 49.5. is equal to നമുക്ക് 1.99 കിട്ടും. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2. നമുക്കിതിനെ 2ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഈ കിട്ടുന്ന വാല്യൂവിനെ, ഈ വാല്യൂവിനെ എന്തിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, നമ്മുടെ എംപെരിക്കൽ ഫോർമുലയുടെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. നമ്മുടെ 6th സ്റ്റെപ്പാണ് മോളിക്കുലർ ഫോർമുല. മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു 2 × H2Cl. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും H4C2Cl2. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല, H4C2
ക്ലോറിൻ 2. മനസ്സിലായല്ലോ? സോ ഇങ്ങനെയാണ് നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എംപെരിക്കൽ ഫോമുലയും അതേപോലെ മോളിക്കുലർ ഫോമുലയും കണ്ടുപിടിക്കണം. നമുക്ക് മൊത്തം എംപെരിക്കൽ ഫോമുല കണ്ടുപിടിക്കാൻ 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് തന്നിട്ടുള്ള പെർസെൻറ്റേജ് കോമ്പോസിഷനെ നമ്മൾ ഗ്രാമിലേക്ക് മാറ്റും. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഓരോ എലമെൻറ്റും ആ ഓരോ ഗ്രാമിലും എത്ര മോൾ ആറ്റമാണ് ഉള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ പിന്നെ അതിനുശേഷം അതിലുള്ള ഏറ്റവും മിനിമം വാല്യൂ എടുത്ത് ബാക്കിയുള്ളതിൻ്റെ കൂടെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോ എലമെൻറ്റിൻ്റെയും റേഷ്യോ കിട്ടും. എംപെരിക്കൽ ഫോമുല കിട്ടി. ഇനി മോളിക്കുലർ ഫോമുല കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപെരിക്കൽ ഫോമുല മാസ് നമ്മൾ കണ്ടുപിടിക്കുക. ആ എംപെരിക്കൽ ഫോമുല ബേസ് ചെയ്ത് ഓരോന്നിൻ്റെയും മാസ് നമ്മൾ സമ്മേഷൻ ചെയ്യുമ്പം എംപെരിക്കൽ ഫോമുലയുടെ മാസ് കിട്ടും. പിന്നെ നമ്മുടെ ആക്ച്വൽ മോളിക്കുലർ മാസിനെ എംപെരിക്കൽ ഫോമുല കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ, ഒരു ഫാക്ടർ കിട്ടും. ആ ഫാക്ടറും കൊണ്ട് നമ്മുടെ എംപെരിക്കൽ ഫോമുലയെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആക്ച്വൽ മോളിക്കുലർ ഫോമുല കിട്ടും. യെസ്, മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനിയിപ്പോൾ നോക്കിക്കോളൂ. ഡിറ്റർമൈൻ ദ എംപെരിക്കൽ ഫോമുല ഫോർ കോമ്പൗണ്ട്സ് വിത്ത് ഫോളോയിങ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. അപ്പോൾ കുറച്ച് കോമ്പൗണ്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ കോമ്പൗണ്ട്സിലുള്ള എലമെൻസിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അതിൽ നിന്ന് നമ്മൾ എംപെരിക്കൽ ഫോമുലയാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോളൂ. 15.8% കാർബൺ ഉണ്ട്, 84.2% സൾഫർ ഉണ്ട്. നമുക്കിതിൽ എംപെരിക്കൽ ഫോമുല വരെ കണ്ടുപിടിച്ചാൽ മതി. മോളിക്കുലർ ഫോമുല കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടില്ല. മോളിക്കുലർ ഫോമുല കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ അവർ നമുക്ക് എന്ത് തരും? മോളിക്കുലർ മാസും കൂടെ നമുക്ക് തരും. ഓക്കെ, അപ്പോൾ ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ വി ഹാവ് ടു ജസ്റ്റ് ഫൈൻഡ് ദി എംപെരിക്കൽ ഫോമുല. എംപെരിക്കൽ ഫോമുല മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളൂ. നോക്കിക്കോളൂ, നമുക്ക് പല സ്റ്റെപ്സ് ഉണ്ട്. എന്താണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിട്ടുള്ള സാധനത്തിന് നമ്മൾ ഗ്രാമിൽ റെപ്രസെൻ്റ് ചെയ്യുവാണ് അല്ലേ. 100 ഗ്രാം ആണ് നമ്മുടെ കോമ്പൗണ്ട്. അതിലെന്താണ് കാർബൺ എത്ര ഗ്രാമാണ്? കാർബൺ 15.8 ഗ്രാം ആണ്. 15.8 ഗ്രാം ആണ് എന്ത്? നമ്മുടെ കാർബൺ. 84.2 ഗ്രാം ആണ് ആര്? നമ്മുടെ സൾഫർ. 84.2 ഗ്രാം ആണ് ആര്? നമ്മുടെ സൾഫർ. മനസ്സിലായല്ലോ? സൾഫർ 84.2 ഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇത് ഓരോന്നിനെയും നമ്മൾ ഇതിൻ്റെ മോളിക്കുലർ അല്ലെങ്കിൽ എന്താ പറയുക ഇതിൻ്റെ മോളാർ മാസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് 15.8 ഡിവൈഡഡ് ബൈ 12 ആണ്. 15.8 ഡിവൈഡഡ് ബൈ 12 ആണ്. കാർബണിൻ്റെ കേസ് നമുക്ക് കിട്ടും. 84.2 ഡിവൈഡഡ് ബൈ 32 ആണ്. നമുക്ക് ആരുടെ കേസ് കിട്ടും? സൾഫറിൻ്റെ കേസ് കിട്ടും. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 15.8 ഡിവൈഡഡ് ബൈ 12 എന്താണ്? 1.316. ഓക്കെ, നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 1.317 എന്ന് എഴുതാം. ഇനി 84.2 ഡിവൈഡഡ് ബൈ 32 എന്താണ്? 2.631. പിന്നെ എന്താണ് ഏറ്റവും ചെറിയ വാല്യൂ അല്ലേ? നമ്മൾ ഈ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഏറ്റവും ചെറിയ വാല്യൂ എന്താണോ അതുകൊണ്ട് നമ്മൾ എല്ലാ വാല്യൂസിനെയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ എന്താണ്? 1.317 ആണ്. സോ 1.317 ഡിവൈഡഡ് ബൈ 1.317 നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 1 കിട്ടും. ആരുടെ കാര്യമാണിത്? ഇത് കാർബണിൻ്റെ കാര്യമാണ്. സൾഫർ വന്നപ്പം 2.631 ഡിവൈഡഡ് ബൈ 1.317 നോക്കിക്കോളൂ. 2.631 ഡിവൈഡഡ് ബൈ 1.317 നമുക്ക് കിട്ടി 1.99. ഞാൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 എന്ന് എഴുതി. അപ്പോൾ എനിക്ക് ഓരോന്നിൻ്റെയും ഹോൾ നമ്പർ വാല്യൂസ് കിട്ടി. അപ്പോൾ എൻ്റെ എംപെരിക്കൽ ഫോമുല എന്താണ്? എംപെരിക്കൽ ഫോമുല കാർബൺ 1 ആണ്, സൾഫർ 2 ആണ്. സോ CS2. കാർബൺ 1 ആണ്, സൾഫർ 2 ആണ്, CS2. നമ്മുടെ എന്താണ് ഫർദർ നമ്മൾ നമ്മുടെ കെമിസ്ട്രി പേപ്പറിൽ ഡിസ്കസ് ചെയ്യാൻ പോണ ചാപ്റ്റേഴ്സിൽ നമ്മൾ ഒരു കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോമുല നമ്മൾ എങ്ങനെ എഴുതും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ നമ്മളൊരു കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോമുല അല്ലെങ്കിൽ എംപെരിക്കൽ ഫോമുലയൊക്കെ എഴുതുന്ന സമയത്ത് നമ്പർ ഓഫ് ആറ്റംസിൻ്റെ എണ്ണം 1 ആണ്. നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ എണ്ണം 1 ആണെങ്കിൽ നമ്മൾ അത്തരം സിറ്റുവേഷൻസിൽ ആ 1 നമ്മൾ എഴുതാറില്ല. എഴുതിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ജനറലി നമ്മൾ അങ്ങനെ എഴുതാറില്ല. മനസ്സിലായല്ലോ? യെസ്.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിളാണല്ലേ, നമ്മുടെ എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കുക എന്നുള്ളത് സിമ്പിളാണ്. 4 നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ എത്ര സ്റ്റെപ്പാണ്? യെസ്, 4 സ്റ്റെപ്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം 3 സ്റ്റെപ്സ് ആണ് നമ്മുടെ എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ അല്ലേ. അപ്പോൾ എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള പെർസെൻറ്റേജ് കോമ്പോസിഷന് നമ്മൾ ഗ്രാമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ അതിലുള്ള നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെയാണ്? നമുക്ക് തന്നിട്ടുള്ള ഓരോ എലമെൻറ്റിൻ്റെ ആ ഗ്രാംസ് അല്ലേ, അതിന് നമ്മൾ നമ്മുടെ മോളാർ മാസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. മിനിമം വാല്യൂ, ഈ നമ്പർ ഓഫ് മോൾസിൽ മിനിമം വാല്യൂ ആർക്കാണോ ഉള്ളത് ആ ഒരു വാല്യൂ കൊണ്ട് നമ്മൾ ബാക്കി എല്ലാ വാല്യൂസിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യും. ബാക്കി എല്ലാ വാല്യൂസിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ ഹോൾ നമ്പർ വാല്യൂസ് കിട്ടും. അപ്പോൾ റെസ്പെക്റ്റീവ് ആറ്റംസിൻ്റെ കൂടെ നമ്മൾ ആ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എംപെരിക്കൽ ഫോർമുല കിട്ടും. ചില സമയത്ത് നിങ്ങളോട് എന്ത് ചോദിക്കും? മോളിക്കുലർ ഫോർമുലയും ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ മോളിക്കുലർ ഫോർമുല ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും? മോളിക്കുലർ മാസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും? എംപെരിക്കൽ ഫോർമുല മാസ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മോളിക്കുലർ അല്ലെങ്കിൽ നമ്മുടെ മോളിക്കുലർ മാസ് കൊണ്ട് മാസിന് നമ്മൾ ഈ എംപെരിക്കൽ ഫോർമുല കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്കൊരു വാല്യൂ, ഒരു ഹോൾ നമ്പർ വാല്യൂ കിട്ടും. ആ വാല്യൂ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എംപെരിക്കൽ ഇക്വേഷനെ, എംപെരിക്കൽ ഫോർമുലേനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എല്ലാ വാല്യൂസിനെയും, ന്യൂമറിക്കൽ വാല്യൂസിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ മോളിക്കുലർ ഫോർമുല കിട്ടും. അങ്ങനെ 6 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എംപെരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കാം. നെക്സ്റ്റ് വൺ ഇതേപോലെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിട്ടുണ്ട്. 40% ഓഫ് കാർബൺ, 6.7% ഹൈഡ്രജൻ, 53.5% ഓക്സിജൻ. 40, 46 അല്ലേ? യെസ്, 100 ആണ് വരുന്നത്. നമുക്ക് നോക്കാം. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. 100 ഗ്രാമിൽ 3 എണ്ണം ഉണ്ട്: കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ എത്ര ഗ്രാമാണ്? 40 ഗ്രാമാണ്. ഹൈഡ്രജൻ 6.7 ഗ്രാമാണ്. 53.5 ഗ്രാമാണ് ആര്? ഓക്സിജൻ. അപ്പോൾ ഇനി ഞാൻ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പോവാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, 40 ഡിവൈഡഡ് ബൈ 12 ആണ്. ഹൈഡ്രജൻ്റെ കാര്യത്തിൽ 6.1 ഡിവൈഡഡ് ബൈ 1 ആണ്. ഓക്സിജൻ്റെ കാര്യത്തിൽ 53.5 ഡിവൈഡഡ് ബൈ 16 ആണ്. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഫോർട്ടി ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പം നമുക്ക് കിട്ടണത് 3.33. 6.7 ഡിവൈഡഡ് ബൈ 1 ചെയ്യുമ്പം യെസ് നമുക്ക് ഓബ്വിയസ്ലി 6.7 കിട്ടും. 53.5 ഡിവൈഡഡ് ബൈ 16 ചെയ്യുമ്പോൾ നമുക്ക് 3.34 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ മിനിമം വാല്യൂ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 3.33 ആണ് നമ്മുടെ മിനിമം വാല്യൂ. 3.33 ഈസ് ഈക്വൽ ടു 1 ആണ്. പിന്നെ ഇവിടെ എന്താണ്? 6.7 ഡിവൈഡഡ് ബൈ 33. അതേപോലെ ഇവിടെ 3.34 ഡിവൈഡഡ് ബൈ 3.33. അപ്പോൾ 6.7 ഡിവൈഡഡ് ബൈ 3.33 ചെയ്യുമ്പോൾ നമുക്ക് 1.92 കിട്ടും. അപ്രോക്സിമേറ്റ്ലി നമുക്കിതിനെ 2 എന്ന് പറയാം. റൗണ്ടിങ് ഓഫ്, എങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സിനെ റൗണ്ട് ഓഫ് ചെയ്യണമെന്നുള്ള കാര്യം നമ്മുടെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ് അല്ലേ, നമ്മൾ എങ്ങനെയാണ് നമ്പേഴ്സിനെ റൗണ്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഡൗട്ട്സ് ഉള്ളവർ ആ സെഷൻ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ ചാപ്റ്റേഴ്സിലും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്സിലും നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും പിന്നെയും ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റില്ല അല്ലേ. യെസ്, അപ്പോൾ ഡൗട്ട്സ് ഉള്ളവർ അത് പോയി കണ്ടാൽ മതി. 3.34 ഡിവൈഡഡ് ബൈ 3.33 അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.00 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ എംപെരിക്കൽ ഫോർമുല എന്താണ്? എംപെരിക്കൽ ഫോർമുല CH2O. CH2O ആണ് എന്ത്? ഇതിൻ്റെ എംപെരിക്കൽ ഫോർമുല. മനസ്സിലായോ? ഒരു പക്ഷേ നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ട് ഇതിൻ്റെ മോളിക്കുലർ മാസ്. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ മാസ് 180 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. മോളിക്കുലർ മാസ്, അതായത് മോളാർ മാസ്
മോളാർ മാസ് ഓഫ് ദിസ് ഹോൾ മോളിക്യൂൾ അല്ലെങ്കിൽ ദിസ് കോമ്പൗണ്ട് 180 gram ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക നോക്കിക്കോളൂ. ഇവിടെ എന്താണ് നമുക്ക് CH2O എന്ന് കിട്ടി. നമ്മൾ അതിൽ നിന്ന് എന്ത് കാണും? നമ്മൾ അതിൽ നിന്ന് എംപെരിക്കൽ ഫോർമുലയുടെ മാസ് നമ്മൾ കാണും അല്ലേ? എംപെരിക്കൽ ഫോർമുല മാസ് 1 × 12 + 2 × 1 + 1 × 16. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12 + 2 + 16 എന്ന് കിട്ടും. അപ്പോൾ 10 + 10 20 ആണ്. 20 + 4 എത്രയാണ്? 24 + 6 എത്രയാണ്? 30 ആണ്. അപ്പോൾ 30 ആണ് എന്ത്? 30 എന്ന് പറയുന്നതാണ് നമ്മുടെ എംപെരിക്കൽ ഫോർമുല മാസ്. അപ്പോൾ മോളിക്കുലർ മാസ് നമുക്ക് 180 എന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ എംപെരിക്കൽ ഫോർമുല മാസ് 30 ആണ്. സോ ആ ഫാക്ടർ എന്താണ്? 6 ആണ്. ഈ 6 കൊണ്ട് നമ്മൾ ഈ ഹോൾ CH2O മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? C6H12O6 കിട്ടും. സോ നമ്മുടെ കോമ്പൗണ്ട് എന്താണ്? കോമ്പൗണ്ട് ഗ്ലൂക്കോസ് ആണ്, C6H12O6. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എംപെരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കുന്നത്. യെസ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എംപെരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും രണ്ടും കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ എലമെൻറ്റ് മഗ്നീഷ്യം 28.03%, പിന്നത്തത് സിലിക്കൺ 21.60%, ഹൈഡ്രജൻ 1.16%, ഓക്സിജൻ 49.21%. ഇതിൻ്റെ മോളാർ മാസ്, ഈ കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് 528 gram, 520.8 gram ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, നോക്കിക്കോൾ. യെസ്. നോക്കിക്കോളൂ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 100 ഗ്രാമിൽ നമ്മൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുവാണ്. നമുക്കിവിടെ 4 എണ്ണം ഉണ്ടല്ലേ? യെസ്, 4 എണ്ണം ഉണ്ട്. മഗ്നീഷ്യം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് സ്പേസ് നമുക്ക് ഇതാക്കാം അല്ലേ? ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യം വാല്യൂ എഴുതാം. മഗ്നീഷ്യം എത്രയാണ്? 28.03 gram ആണ്. ഓക്സിജൻ 49.21 gram ആണ്. ഇവിടെ അഗെയിൻ നമുക്ക് 2 എണ്ണം ഉണ്ട്. ഒന്ന് എന്താണ്? ഒന്ന് സിലിക്കൺ ആണ്, 21.60 gram ആണ്. രണ്ടാമത്തത് ഹൈഡ്രജൻ ആണ്, 1.16 gram ആണ്. മനസ്സിലായല്ലോ? ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് മോൾ നമ്മൾ കാണും അല്ലേ? നമുക്ക് മഗ്നീഷ്യം ഉണ്ട്, സിലിക്കൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ നോക്കിക്കോളൂ, നമുക്ക് എന്താണ്? 28.03 ഡിവൈഡഡ് ബൈ 24 ആണ്. സിലിക്കൺ 21.60 ഡിവൈഡ് ബൈ സിലിക്കണിൻ്റെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് 28 ആണ്. ഒരു മോൾ ആറ്റത്തിൻ്റെ മാസ് 28 ആണ്. ഇനി നമുക്ക് ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ്റെ മാസ് എത്രയാണ്? 49.21 ഡിവൈഡഡ് ബൈ 16. ഹൈഡ്രജൻ്റെ 1.16 ഡിവൈഡഡ് ബൈ 1. ഇത് നമുക്ക് കിട്ടും 1.16 എന്ന് കിട്ടും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. യെസ്. ആദ്യത്തെ നമുക്ക് ചെയ്യുമ്പോൾ 1.16 എന്ന് കിട്ടും. രണ്ടാമത്തത് 21.6 ഡിവൈഡഡ് ബൈ 28 ചെയ്യുമ്പോൾ നമുക്ക്
0.771 എന്ന് കിട്ടും. 49.21 ഡിവൈഡഡ് ബൈ 16 ചെയ്യുമ്പോൾ നമുക്ക് 3.075 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 6 എന്ന് കൊടുക്കാം. അതുപോലെ ഇവിടെ നമുക്ക് 1.16 എന്ന് കിട്ടും. ഇനി ഏറ്റവും ചെറിയ വാല്യൂവിനെ കൊണ്ട് നമ്മൾ എല്ലാ വാല്യൂവും ഡിവൈഡ് ചെയ്യും അല്ലേ. 1.16 ഡിവൈഡഡ് ബൈ 0.771, 0.771 ഡിവൈഡഡ് ബൈ 0.771, 3.076 divided by 0.771, 1.16 divided by 0.771. അപ്പോൾ ഇത് നമുക്ക് ഓരോന്ന് സോൾവ് ചെയ്യാം. 1.16 divided by 0.771 that is equal to 1.5. ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പം 1 കിട്ടും. again ഇങ്ങോട്ട് വരാം. 3.076 divided by 0.771 സോൾവ് ചെയ്തപ്പം 3.9 എന്ന് കിട്ടി. അതുപോലെ ഇവിടെ 1.16 ഡിവൈഡഡ് ബൈ 0.771 1.16 ഡിവൈഡഡ് ബൈ 0.771 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1.5 എന്ന് കിട്ടും. യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്ത സമയത്ത് നമുക്ക് ഇത്രയും നേരം കിട്ടിക്കൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ഒന്നെങ്കിൽ ഹോൾ നമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്പേഴ്സ് ആയിരുന്നു അല്ലേ. ഇപ്പോൾ 1.99 ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം ദറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 എന്ന് നമുക്ക് പറയാം. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 ആണെന്ന് നമുക്ക് പറയാം. യെസ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെ 1.5 ആണ്, ഇവിടെ 1.5 ആണ്, ഇവിടെയും 1.5 ആണ്. ഇതിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനത്തെ വാല്യൂസിന് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂസ് ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് 3.9 എന്നുള്ളതിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4 എന്ന് കൊടുക്കാം. 3.9 എന്നുള്ളതിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4 എന്ന് കൊടുക്കാം. പക്ഷേ ഈ 1.5 അങ്ങനെയൊക്കെ നമുക്ക് വാല്യൂസ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത്, അതായത് 2 എന്നുള്ള ഒരു വാല്യൂയിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ നമുക്ക് ഡെസിമൽ വാല്യൂസ് ആണ് കിട്ടണതെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഹോൾ നമ്പർ ആക്കി മാറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു വാല്യൂവിനെ അല്ലെങ്കിൽ ഒന്നിലധികം ഏത് വാല്യൂസ് ആയാലും കുഴപ്പമില്ല, അതിന് നമ്മൾ ഹോൾ നമ്പറാക്കി നമ്മൾ മാറ്റുവാണെങ്കിൽ എല്ലാ വാല്യൂസിനെയും നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1.5നെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഹോൾ നമ്പറായ 3 കിട്ടും. അപ്പോൾ ഇനി എല്ലാ നമ്പേഴ്സിനെയും ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ 4 × 2 എനിക്ക് 8 എന്ന് കിട്ടും. ഇവിടെ 1 × 2 എനിക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ എൻ്റെ എംപെരിക്കൽ ഫോർമുല എന്താണ്? എൻ്റെ എംപെരിക്കൽ ഫോർമുല Mg3 Si2 O8 H3 ഇതാണ് എൻ്റെ എംപെരിക്കൽ ഫോർമുല. ഇനി ഞാൻ മോളിക്കുലർ ഫോർമുല കാണാനുണ്ട്. അതിന് ഞാൻ എന്താണ് കാണേണ്ടത്? അതിന് ഞാൻ കാണേണ്ടത് എംപെരിക്കൽ ഫോർമുലയുടെ മാസ് ഞാൻ കാണണം. അപ്പോൾ 3 × 24 + 28 × 2 + 16 × 8 + 3 × 1 അല്ലേ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എന്താ കിട്ടണേന്ന്. 3 × 24 + 28 × 2 + 16 × 8 + 3 × 1 that is equal to 259. that is equal to 259 ആണ്. ഇവിടെ കിട്ടിയ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ എത്രയാണ്? 520.8 ഡിവൈഡഡ് ബൈ 259 ആണ്. നമുക്ക് ഡിവൈഡ് ചെയ്യാം. 520.8 ഡിവൈഡഡ് ബൈ 259 is equal to 2.01 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 ആണെന്ന് നമുക്ക് പറയാം. 2.01 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 ആണെന്ന് നമുക്ക് പറയാം. സോ ഞാൻ ഏത് വാല്യൂ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? എൻ്റെ എംപെരിക്കൽ ഫോർമുലേനെ ഞാൻ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. Mg6 സിലിക്കൺ 4 O16 H6 മനസ്സിലായോ? Mg6 സിലിക്കൺ 4 O16 H6 ഇതാണ് എന്ത്? എൻ്റെ മോളിക്കുലർ ഫോർമുല. ഇത് മോളിക്കുലർ ഫോർമുലയാണ്, ഇതെൻ്റെ എംപെരിക്കൽ ഫോർമുലയാണ്. ഈസ് ഇറ്റ് ക്ലിയർ ഗൈസ്? നമ്മുടെ എംപെരിക്കൽ ഫോർമുലയും അതേപോലെ മോളിക്കുലർ ഫോർമുലയും. യെസ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി.
അവിടെ പറയാൻ പറ്റണം, അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ അപ്കമിങ് സെഷൻസിൽ നമുക്കത് പറഞ്ഞു പോവാം. യെസ്, സിമ്പിളാണ്. ഭയങ്കര എന്താ പറയുക, എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പ്രോപ്പറായ ഐഡിയ ഉണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായ ഒരു ടോപ്പിക്കാണ് ഏത്, എംപെരിക്കൽ ഫോർമുല. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും ഭയങ്കര സിമ്പിളാണ് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഇനി അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിന്, കെമിസ്ട്രിയിലെ ഈ ഫസ്റ്റ് ചാപ്റ്ററിനെ നമുക്കൊരു 6ഓളം അല്ലെ 5-6 പാർട്സായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടായിരുന്നു നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ, എന്താണ് പ്യുവർ സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ എന്താണ് മിക്സ്ചേഴ്സ് അല്ലേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ പാർട്ടിലാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തത്, നമ്മുടെ എന്താ പറയുക, എന്താണ് മോൾ, എന്താണ് മോളാർ മാസ്, എന്താണ് എന്താ പറയുക മോളിക്കുലർ മാസ് എന്താണ്, എങ്ങനെ കാണും, അറ്റോമിക് മാസ് എന്താണ്, അതേപോലെ എംപെരിക്കൽ ഫോർമുല എന്താണ്, ഇങ്ങനെയുള്ള കുറേ കുഞ്ഞു കാര്യങ്ങൾ, അതാണ് നമ്മുടെ തേർഡ് പാർട്ട്. അപ്പോൾ ഇനി ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റോഷ്യോമെട്രിയാണ്. ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റോഷ്യോമെട്രിയാണ്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. സ്റ്റോഷ്യോമെട്രി, ലിമിറ്റിംഗ് റിയേജൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, അതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസും ആ ലിമിറ്റിംഗ് റിയേജൻ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഡിഫറെൻ്റ് ആയ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോർത്ത് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ ഫോർത്ത് പാർട്ട് എന്താ പറയുക സ്റ്റോഷ്യോമെട്രി എന്നുള്ള ആ ഒരു പാർട്ടിൽ നമുക്ക് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യമാണ് ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു പ്രോബ്ലംസ് നമ്മൾ ചെയ്യണ സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ കെമിസ്ട്രിയിൽ തന്നെ നമ്മൾ പറഞ്ഞു കുറേ ബേസിക്കായ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യണേ. അപ്പോൾ ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു കോൺസെപ്റ്റ് കെമിസ്ട്രിയിൽ ഉടനീളം നമുക്ക് ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നമ്മൾ ഇനി ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഹൗ ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ. ഒരു കെമിക്കൽ ഇക്വേഷനെ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളത് നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 മെത്തേഡ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു 10 അല്ലെങ്കിൽ ഒരു 10-12 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതും കൂടെ കഴിയുമ്പം നമുക്ക് നമ്മുടെ ഈ ഒരു സെഷൻ, അതായത് ഈ ഒരു തേർഡ് പാർട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് ഫോർത്ത് പാർട്ടിലേക്ക് പോകാം. ഞാൻ ഈ ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ തേർഡ് പാർട്ടിൽ തന്നെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫോർത്ത് പാർട്ടിൽ ലിമിറ്റിംഗ് റിയേജൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോണ സമയത്ത് അവിടെ ബാലൻസിങ്ങും കൂടെ വരുമ്പം എല്ലാം കൂടെ നിങ്ങൾക്ക് ആകെ കൺഫ്യൂസ് ആകും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഒരു ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്താൽ ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ ടോപ്പിക് ആ ഒരു സെഷൻ അല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പം ആ ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ. യെസ്, അപ്പോൾ എന്താണ് കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ